ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പരത്തിപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചെമ്പരത്തിപ്പൂവിൽ വരാനിരിക്കുന്ന ഒരു ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ രേവതിയുടെ പൂക്കട കോർപ്പറേഷൻകാർ കൊണ്ടുപോയി കഴിഞ്ഞിരിക്കുകയാണല്ലേ. കോർപ്പറേഷൻകാർ മനഃപൂർവ്വം കൊണ്ടുപോയി എന്ന് പറയാൻ പറ്റിയില്ല. നമ്മുടെ ചന്ദ്രയുടെയും കൂടെ ശ്രുതിയുടെയും ഒരു കുബുദ്ധി പ്രയോഗം കൊണ്ട് തന്നെയാണ് രേവതിയുടെ കട നഷ്ടപ്പെടുന്നത്. എന്നാൽ ഈ ഒരു സത്യാവസ്ഥ ആരും തന്നെ അറിയുന്നില്ല കേട്ടോ. എന്നിരുന്നാലും സച്ചി പറയുന്നുണ്ടല്ലോ, ഈ ഒരു കള്ളത്തരത്തിനും അതായത് രേവതിയിൽ ഇത്രയും വലിയ ചതി ചെയ്ത് ആരായാലും താൻ കണ്ടുപിടിക്കും, തീർച്ചയായിട്ടും ആരാണെന്ന് അത് അറിഞ്ഞു കഴിഞ്ഞാൽ എന്റെ തനി സ്വഭാവം കാണുമെന്നൊക്കെ പറയുന്ന സമയത്ത് ചന്ദ്രയും ശ്രുതിയും ഒന്ന് പരുങ്ങുന്നുണ്ടല്ലോ. മൊത്തത്തിൽ നമ്മുടെ സച്ചിക്ക് അറിയാം, ആ വീട്ടിൽ തന്നെ ആരോ ഒന്നുകിൽ ചന്ദ്ര അല്ലെങ്കിൽ ശ്രുതി, ഇവരുടെ ആരോ ഒരാൾ പണി തന്നിട്ടാണെന്നുള്ള കാര്യം സച്ചിക്ക് അറിയാം. ആ ഒരു ഡൗട്ട് രവിക്കുണ്ട്. അങ്ങനെ നമ്മുടെ രേവതി ആകെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് രവി പറയുന്നുണ്ട്, എങ്ങനെ രേവതി മോളുടെ ഒരു സങ്കടം മാറ്റിയെടുക്കണം, അതിന് നിനക്ക് മാത്രമേ സാധിക്കൂ എന്നൊക്കെ പറയുന്ന സമയത്ത് സച്ചി പറയുന്നുണ്ട്, അവളുടെ കഴുത്തിൽ താലി കെട്ടിയവനല്ല അച്ഛൻ ഞാൻ, അവളെ സങ്കടപ്പെടാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല, ഇതിന് തക്കതായ ഒരു മാർഗം താൻ കണ്ടെത്തിയിരിക്കുമെന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. അതിനുശേഷം കൂട്ടുകാരും മൊത്തം നമ്മുടെ രേവതിയെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, രേവതിക്ക് പുതിയൊരു ബിസിനസ് തുടങ്ങി കൊടുക്കണം, അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പ്ലാനിങ് ഒക്കെ തയ്യാറാക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് കാർത്തികനായിട്ട് ഒരു കോള് വരുന്നതും ആ ഒരു കോളിൽ നിന്ന് തന്നെ നല്ലൊരു ഐഡിയ നമ്മൾ സച്ചിക്ക് തോന്നുന്നതല്ല. അങ്ങനെയാണ് നമ്മുടെ രേവതിക്കായിട്ട് സച്ചി വണ്ടി മേടിച്ചു കൊടുക്കുന്നത്. ആ ഒരു വണ്ടി വളരെയധികം സർപ്രൈസോട് കൂടി തന്നെയാണ് രേവതിക്കായിട്ട് കൊണ്ടേ കൊടുക്കുന്നതും. എന്നാൽ ആ ഒരു സമയത്ത് നമ്മുടെ ചന്ദ്രയുടെയും ശ്രുതിയുടെയും പ്ലാനിങ് എല്ലാം തന്നെ വെള്ളത്തിൽ വരച്ച വര പോലെ ആയി പോവുകയാണ്. അവർ മൊത്തത്തിൽ കോർപ്പറേഷൻ പൂക്കട കൊണ്ടുപോയ സമയത്ത് രേവതി എന്നും അടുക്കളയിൽ തന്നെ ഒതുങ്ങി കൂടുമെന്നൊക്കെയാണ് കരുതിക്കൊണ്ടിരുന്നത്. എന്നാൽ സച്ചിയുടെ കൃത്യസമയത്തുള്ള ബുദ്ധിപരമായിട്ടുള്ള നീക്കം കാരണം രേവതിക്ക് വീണ്ടും പൂ വിൽക്കുന്ന ആ ഒരു സംരംഭം തുടങ്ങാൻ സാധിക്കുകയാണല്ലേ. അങ്ങനെ വളരെയധികം സന്തോഷത്തോടെ തന്നെ രേവതി പൂക്കളൊക്കെ വിൽക്കാനായിട്ടൊക്കെ പോകുന്നുണ്ട്. മാത്രമല്ല പലയിടങ്ങളിൽ നിന്ന് നമ്മുടെ രേവതിക്ക് ഓർഡർ കിട്ടുന്നുണ്ട്. സ്ഥിരം കസ്റ്റമേഴ്സിന്റെ വീടുകളിലെല്ലാം തന്നെ രേവതി പൂക്കൾ കൊണ്ടേ കൊടുക്കുകയും അതുകൂടാതെ പല സ്ഥലങ്ങളായിട്ട് നിർത്തിയൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ രേവതി കച്ചവടമൊക്കെ നടത്തുന്നുണ്ട്. അങ്ങനെ പോകുന്ന സമയത്താണ് പ്രതീക്ഷിക്കാതെ രേവതിയുടെ വണ്ടി നഷ്ടപ്പെടുന്നത് കേട്ടോ. അതിന് കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ രേവതിക്ക് ഒരു കടയിൽ നിന്ന് ഓർഡർ കിട്ടുന്ന സമയത്ത് രേവതി കടയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ വണ്ടി പാർക്ക് ചെയ്ത് ഒരു സൈഡിലായിട്ട് പാർക്ക് ചെയ്ത് വെച്ചിട്ടാണ് രേവതി പോകുന്നത്. അവിടെ ചെല്ലുന്ന സമയത്ത് ഈ ചേച്ചി പറയുന്നത്, രേവതി എനിക്കൊന്നൊരു 5 മിനിറ്റ് ഞങ്ങൾ പുറത്ത് പോയിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അവർ പോയതിന് ശേഷം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത്. അങ്ങനെ അവർ വന്ന് അവർക്ക് പൂക്കളെ കൊടുത്തിട്ട് രേവതി തിരികെ വരുന്ന സമയത്ത് താൻ വണ്ടി വെച്ചിരിക്കുന്ന ആ ഒരു വണ്ടി കാണുന്നില്ല കേട്ടോ. രേവതി ആകെ സങ്കടത്തിലും ടെൻഷനിലൊക്കെ അടിച്ച് പലരോടായിട്ട് ചോദിക്കുന്നുണ്ട്, ഇവിടെ നിന്ന് വണ്ടി കണ്ടു എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ആരും കണ്ടില്ല എന്ന് മറുപടി പറയുന്നുണ്ട്. അങ്ങനെ പലരോടും ചോദിച്ചു കഴിയുന്ന സമയത്താണ് ഈ രേവതി വണ്ടി പാർക്ക് ചെയ്യുന്നതിന്റെ അവിടെയായിട്ട് ആ ഭിക്ഷക്കാരൻ അവിടെ ഇരിപ്പുണ്ടാവും കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം രേവതിക്ക് ഓർമ്മ വന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അടുത്ത് നിന്നിട്ട് രേവതി ചോദിക്കുന്നുണ്ട്, എന്റെ വണ്ടി ഞാനിവിടെ പാർക്ക് ചെയ്തിരുന്നു കണ്ടിരുന്നു എന്ന് ചോദിക്കുന്ന സമയത്ത്, ആ ഒരു വണ്ടിയാണ് ഇപ്പോൾ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയത്, സിസ്റ്റർ കണ്ടില്ല, ഇതൊരു നോർ പാർക്കിംഗ് ഏരിയ ആണ്, ഇവിടെ കൊണ്ടുപോയി വണ്ടി പാർക്ക് ചെയ്യാൻ ആരാണ് പറഞ്ഞത്, ഇവിടെ വണ്ടി പാർക്ക് ചെയ്തതിന് പോലീസുകാർ കൊണ്ടുപോകുമെന്ന് പറയണം. അന്നേരമാണ് നമ്മുടെ രേവതി ശരിക്കും ആ ഒരു ബോർഡ് കാണുന്നത് കേട്ടോ. പറഞ്ഞ രേവതി വണ്ടി അവിടെ പാർക്ക് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ആ ഒരു അത്രയും സമയം വണ്ടി അവിടെ വെക്കേണ്ട സാഹചര്യം വന്നത് കടയിൽ ചേച്ചി ഒരു 5 മിനിറ്റ് എന്ന് പറഞ്ഞ് പോയതാണെങ്കിലും വരുന്നത് 10-15 മിനിറ്റിന് ശേഷമാണ്. ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ അത്രയും നേരം വണ്ടി അവിടെ നിർത്തിയിട്ടത് കൊണ്ട് തന്നെ അതിനിടയിൽ പോലീസുകാർ അങ്ങോട്ടേക്ക് വരികയും രേവതിയുടെ വണ്ടി എടുത്തുകൊണ്ട് പോവുകയും ചെയ്യാണ്. അപ്പോൾ പോലീസുകാർ തന്റെ വണ്ടി കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ രേവതിക്ക് ഭയങ്കര സങ്കടമുണ്ട്. കാരണം തന്റെ കട പോയ സമയത്ത് തനിക്ക് മേടിച്ചെന്ന വണ്ടിയാണിത്, അതുപോലും തനിക്ക് സംരക്ഷിക്കാൻ സാധിച്ചില്ലല്ലോ എന്ന കുറച്ച് രേവതി ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. അപ്പൊ എങ്ങനെ താൻ ഈ ഒരു കാര്യം സച്ചിനോട് പറയാം, പക്ഷെ സച്ചിനോട് പറയാതിരിക്കാനും പറ്റില്ലല്ലോ. അങ്ങനെ കരുതിക്കൊണ്ട് തന്നെ നമ്മൾ രേവതി സച്ചിനെ വിളിച്ചിട്ട് തന്റെ വണ്ടി നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോഴത്തേക്ക് സച്ചിക്ക് ആകെ ഷോക്കാണ്. സച്ചി ചോദിക്കുന്നത് എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഞാനിങ്ങനെ നോർ പാർക്കിംഗ് ഏരിയയിലായിട്ട് വണ്ടി നിർത്തി, അതുകൊണ്ട് തന്നെ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സച്ചി പറയുന്നത്, നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, നേരത്തെ ഇതുപോലെ പൂ മേടിക്കാൻ നിന്റെ കൂടെ ഞാൻ മാർക്കറ്റിലേക്ക് വരുന്ന സമയത്ത് നോർ പാർക്കിംഗ് ഏരിയയിൽ നീ നിർബന്ധിച്ച് എന്നെ വണ്ടി പിടിപ്പിക്കുകയും മാത്രമല്ല അവിടെ നിന്ന് പോലീസുകാരനോട് ആയിട്ട് 500 രൂപ എനിക്ക് പിഴ എടുപ്പിക്കുകയൊക്കെ ചെയ്തവളല്ലേ നീ, എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ലെങ്കിലേ കാര്യമുള്ളൂ എന്നൊക്കെയാണ് സച്ചി പറയുന്ന സമയത്ത് രേവതി ഭയങ്കരമായിട്ട് തന്നെ കരയുകയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോഴത്തേക്ക് സച്ചിക്ക് സങ്കടമാവുന്നു. സച്ചി പറയുന്നത്, നീ കരയൊന്നും വേണ്ട, നമുക്ക് വണ്ടി എങ്ങനെയും തിരിച്ചു പിടിക്കാം, ഞാനിപ്പോൾ തന്നെ വരാമെന്നും പറഞ്ഞുകൊണ്ട് രേവതിനെ സമാധാനിപ്പിച്ചൊക്കെ നിർത്തുന്നുണ്ട്. എന്നിരുന്നാലും രേവതിയുടെ സങ്കടങ്ങൾ തീരുന്നില്ല. സച്ചി വരുന്ന സമയത്ത് സച്ചിയേട്ടൻ ഒരുപാട് ആഗ്രഹത്തോട് കൂടി തന്നെ വണ്ടി മേടിച്ചു തന്നിട്ട് എനിക്ക് സംരക്ഷിക്കാനായില്ല സച്ചിയേട്ടൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി പൊട്ടിക്കരയുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗം നമുക്ക് വരാനിരിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.